പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇംഗ്ലീഷ് ഗ്രാമറിൽ വെർബിന് വളരെയധികം പ്രാധാന്യമുണ്ട്. വെർബുകൾ പലതരമുണ്ട്. ടൈപ്പ് ഓഫ് വെർബ്സ് എന്നൊരു വീഡിയോ ചാനലിൽ ഉണ്ട്. അവയിൽ നിന്ന് 2 പ്രധാന വെർബുകളെ പറ്റിയാണ് ഈ വീഡിയോയിൽ വിശദീകരിക്കുന്നത്. ആദ്യമായി വീഡിയോ കാണുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് എന്നെ സപ്പോർട്ട് ചെയ്യുമെന്ന് വിചാരിക്കുന്നു. നേരെ വീഡിയോയിലേക്ക് പോകാം. ഒരു പ്രവൃത്തിയെ അല്ലെങ്കിൽ ഒരു സിറ്റുവേഷനെ വെർബ് കാണിക്കുന്നു. ആക്ഷൻ വെർബിനെയും സ്റ്റേറ്റീവ് വെർബിനെയും കുറിച്ചാണ് വിശദമായി നോക്കുന്നത്. വെർബ്സ് വാക്യങ്ങളുടെ നിർമ്മാണത്തിനും അർത്ഥത്തിനും ഒരു പ്രധാന പങ്ക് വഹിക്കുന്നു. ഈ 2 വെർബുകളും അവയുടെ പ്രവർത്തനങ്ങളും സവിശേഷതകളും ഫങ്ഷൻസ് ആൻഡ് ക്യാരക്ടറിസ്റ്റിക്സ് കാരണം വേറിട്ട് നിൽക്കുന്നു. ഈ 2 വെർബുകൾ തമ്മിലുള്ള വ്യത്യാസം മനസ്സിലാക്കുന്നത് ഇംഗ്ലീഷ് യൂസിന് വളരെ നല്ലതാണ്. ആദ്യം ആക്ഷൻ വെർബ്. പേര് സൂചിപ്പിക്കുന്ന പോലെ ഒരു വാക്യത്തിൽ സബ്ജക്റ്റ് ചെയ്യുന്ന ശാരീരികമായോ മാനസികമായോ ഉള്ള പ്രവർത്തനങ്ങളെ സൂചിപ്പിക്കുന്നു. They are dynamic verbs that describe activities, process and events that can often be observed or measured. നിരീക്ഷിക്കാനോ അളക്കാനോ കഴിയുന്ന പ്രവർത്തനങ്ങൾ, പ്രക്രിയകൾ, ഈവൻറ്റ്സ് എന്നിവയെ വിവരിക്കുന്ന ക്രിയകളാണ് ആക്ഷൻ വെർബ്. ഉദാഹരണം: റൺ, ജമ്പ്, റൈറ്റ്, തിങ്ക്. ഷീ ഈസ് റണ്ണിങ് എവറി മോർണിംഗ് ഒരു ഉദാഹരണമാണ്. ഈ സെൻറ്റൻസിലെ റൺ എന്ന ആക്ഷൻ വെർബ് ഷീ എന്ന സബ്ജക്റ്റ് നടത്തുന്ന ശാരീരിക പ്രവർത്തനത്തെ സൂചിപ്പിക്കുന്നു. മറ്റൊരു ഉദാഹരണം: ഹി തിങ്സ് ഡീപ്ലി അബൌട്ട് ദ പ്രോബ്ലംസ്. ഇവിടെ തിങ്സ് എന്ന ആക്ഷൻ വെർബ് മാനസിക പ്രവർത്തനത്തെ ചിത്രീകരിക്കുന്നു. കഥകൾ പറയുന്നതിനും ആക്ഷൻ വെർബ് ആവശ്യമാണ്. കാരണം അത് കഥാപാത്രത്തിൻ്റെ പ്രവർത്തനത്തെയും പെരുമാറ്റത്തെയും കുറിച്ച് വ്യക്തമായ വിവരണം നൽകുന്നു. ആക്ഷൻ വെർബിനെ ട്രാൻസിറ്റീവ്, ഇൻട്രാൻസിറ്റീവ് എന്നിങ്ങനെ 2ആയി തരംതിരിക്കാം. ട്രാൻസിറ്റീവ് വെർബ്സ് റിക്വയർസ് ഡയറക്റ്റ് ഒബ്ജക്റ്റ്. ട്രാൻസിറ്റീവ് വെർബിന് അവയുടെ അർത്ഥം പൂർത്തിയാക്കാൻ ഡയറക്റ്റ് ഒബ്ജക്റ്റ് ആവശ്യമാണ്. എക്സാമ്പിൾ: ഷീ റൈറ്റ്സ് എ ലെറ്റർ. ഹിയർ ലെറ്റർ ഈസ് ദ ഒബ്ജക്റ്റ് റിസീവിങ് ദ ആക്ഷൻ ഓഫ് റൈറ്റിംഗ്. എന്നാൽ ഇൻട്രാൻസിറ്റീവ് വെർബുകൾക്ക് നേരിട്ടുള്ള ഒബ്ജക്റ്റ് ആവശ്യമില്ല. എക്സാമ്പിൾ: ഷീ റൈറ്റ്സ്, ഷീ റൺസ് സ്വിഫ്റ്റ്ലി. ട്രാൻസിറ്റീവ് വെർബ് ഫോർമേഷൻ: subject plus action verb plus direct object. Intransitive verb formation: subject plus action verb. ഇനി സ്റ്റേറ്റീവ് വെർബിനെ നോക്കാം. ഇതൊരു പ്രവൃത്തിയേക്കാൾ, ആക്ഷനേക്കാൾ അവസ്ഥയെയോ കണ്ടീഷനെയോ വിവരിക്കുന്നു. ഈ ക്രിയകൾ പലപ്പോഴും ചിന്തകൾ, വികാരങ്ങൾ, ബന്ധം, അവസ്ഥ എന്നിവയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. These verbs often relate to thoughts, emotions, relationships, state of being. Example: know, believe, love, seem, own. Stative verb continuous tense ഉപയോഗിക്കാറില്ല. സ്റ്റേറ്റീവ് വെർബിൻ്റെ ഉപയോഗം സെൻറ്റൻസിൽ എങ്ങനെയെന്ന് നോക്കാം. നോ, ഷീ നോസ് ദ ആൻസർ ടു ദ ക്വസ്റ്റ്യൻ. Believe, I believe in the power of positive thinking. Own, he owns a vintage car. Love, they love their new house. Seem, the situation seems complicated. സ്റ്റേറ്റീവ് വെർബിന് നിരവധി സ്വഭാവ സവിശേഷതകൾ, ക്യാരക്ടറിസ്റ്റിക്സ് ഉണ്ട്. 1. ഇതൊരു പ്രവൃത്തിയേക്കാൾ അവസ്ഥയെയോ കണ്ടീഷനെയോ പറ്റി വിവരിക്കുന്നു. 2. കണ്ടിന്യൂസ് ടെൻസിൽ ഉപയോഗിക്കാറില്ല.
ഐ നോ കറക്റ്റാണ്. ഐ ആം നോയിങ് ഇൻകറക്റ്റാണ്. 3. ലോങ് ലാസ്റ്റിംഗ്. സാധാരണയായി നിലവിലുള്ളതോ താരതമ്യേന സ്ഥിരമായതോ ആയ അവസ്ഥയെ സൂചിപ്പിക്കുന്നു. 4. നിരീക്ഷിക്കാൻ കഴിയുന്ന പ്രവർത്തനങ്ങളെ വിവരിക്കുന്നില്ല. അപൂർവമായി മാത്രമേ ഇമ്പേരറ്റീവ് ഫോമിൽ ഉപയോഗിക്കാറുള്ളൂ. ചുരുക്കത്തിൽ ആക്ഷൻ വെർബിന് അവയുടെ അർത്ഥം പൂർത്തീകരിക്കുന്നതിന് ഒബ്ജക്റ്റും കോംപ്ലിമെൻറ്റും ഉൾപ്പെടെ കൂടുതൽ സങ്കീർണമായ ഘടനകൾ ആവശ്യമാണ്. അതേസമയം സ്റ്റേറ്റീവ് വെർബ് ലളിതമായ ഘടനകൾ ഉപയോഗിക്കുന്നു. ആക്ഷൻ വെർബും സ്റ്റേറ്റീവ് വെർബും എന്താണെന്നും അവയുടെ പ്രവർത്തന ശൈലിയും നിങ്ങൾക്ക് മനസ്സിലായി കാണുമെന്ന് വിശ്വസിക്കുന്നു. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക. മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യണമെന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ട് താങ്ക്സ് ഫോർ വാച്ചിങ്.